ഹലോ വെൽക്കം ടു അവർ ചാനൽ മൈ സ്പിരിച്വൽ ജേർണി 1111. അപ്പോൾ നമ്മുടെ ഇന്നത്തെ റീഡിങ്ങിൻ്റെ ടോപ്പിക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലേറ്റ് നൈറ്റ് തോട്ട്സ് ഓഫ് യുവർ പേഴ്സൺ. ഓക്കെ, റീഡിങ്സ് ജനറലസ് റീഡിംഗ് ആണ്, ടൈംലെസ് റീഡിംഗ് ആണ്. നിങ്ങളെപ്പോൾ കാണുന്ന ഒരു ടൈം മുതൽ നിങ്ങൾക്ക് റെസനേറ്റ് ആയിട്ട് തുടങ്ങുന്നുണ്ടാവും. ഡിവൈൻ പ്ലീസ് ഗൈഡ് മീ. എൻ്റെ വ്യൂവേഴ്സിൻ്റെ പേഴ്സൻ്റെ ലേറ്റ് നൈറ്റ് തോട്ട്സ് എന്തായിരുന്നു? പ്ലീസ് ഗൈഡ് മീ ഡിവൈൻ. എൻ്റെ വ്യൂവേഴ്സിൻ്റെ പേഴ്സൻ്റെ ലേറ്റ് നൈറ്റ് തോട്ട്സ് എന്താണ്? പ്ലീസ് ഗൈഡ് മീ ഡിവൈൻ, പ്ലീസ് ഗൈഡ് മീ ഏഞ്ചൽസ്. ഓക്കെ, ഫസ്റ്റ് കാർഡ് നമുക്ക് സിക്സ് ഓഫ് പെൻറ്റിക്കിൾ ആണ് വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ സെക്കൻഡ് കാർഡ് വന്നിട്ടുള്ളത് കിങ് ഓഫ് കപ്സും, തേർഡ് വൺ 8 ഓഫ് പെൻറ്റിക്കിൾസ് ആൻഡ് ഏസ് ഓഫ് സോർഡ്സിൻ്റെ എനർജീസ്. ബോട്ടം ഓഫ് ദി ഡെക്ക് ഏസ് ഓഫ് കപ്സ്. ഓക്കെ, പ്രസന്റ് സിറ്റുവേഷനിൽ എനിക്ക് തോന്നുന്നു നിങ്ങളുടെ കണക്ഷനിൽ ഒരു ഈക്വൽ ഗിവ് ആൻഡ് ടേക്ക് ഇല്ലാത്തൊരു എനർജിയാണ്. കണക്ഷൻ ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കണക്ഷൻ ഉണ്ട്, പക്ഷെ എന്നാലും ഒരു ഈക്വൽ ഗിവ് ആൻഡ് ടേക്കില്ല. ഇവിടെ തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ട്. ഒരു എൻഡിങ്സ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാനൊക്കെയുള്ള നിങ്ങൾ തമ്മിൽ ലെസ് കോണ്ടാക്റ്റ് ആയിരിക്കാം. ഓക്കെ, എനിക്ക് ആ ഒരു എനർജീസ് ആണ് എനിക്കിവിടെ ഫീൽ ചെയ്യുന്നത്. ഈക്വൽ ഗിവ് ആൻഡ് ടേക്ക് ഈ ഒരു ടൈമിലില്ല. നിങ്ങൾ ഈ ഒരു വ്യക്തിയുടെ ലവിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ കെയറിന് വേണ്ടിയിട്ട് നിങ്ങൾ ബെഗ് ചെയ്യുന്ന ഒരു എനർജീസ് ആണ് എനിക്ക് ഈ ഒരു ടൈമിലൂടെ ഫീൽ ചെയ്യുന്നത്. കാരണം നിങ്ങൾ ഡീൽ ചെയ്യുന്ന വ്യക്തി കുറച്ച് പ്രാക്ടിക്കലാണ്, നിങ്ങൾ വളരെയധികം ഇമോഷണലാണ്. എന്ന് വെച്ച് ഫീലിങ്സ് ഇല്ല, ഇമോഷൻസ് ഇല്ല എന്നുള്ളതല്ല, സ്നേഹമുണ്ട്. പക്ഷെ എന്നാൽ പോലും ഈ ഒരു വ്യക്തി കുറച്ച് എക്സ്പ്രസീവ് അല്ല എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഓക്കെ, എക്സ്പ്രസീവ് അല്ല, ഒന്നും എക്സ്പ്രസ് ചെയ്യുന്നുണ്ടാവില്ല ഈ ഒരു വ്യക്തി, ഇവർക്ക് നിങ്ങളോടുള്ള ഒരു സ്നേഹം. ഓക്കെ, അതുപോലെ തന്നെ ഈ ഒരു കണക്ഷൻ എനർജീസ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു എന്താണ് പറയുക, ഒരു പ്രാക്ടിക്കാലിറ്റിയാണ് നമുക്ക് ഏറ്റവും കൂടുതൽ കാണാൻ പറ്റുന്നുള്ളത്. കാരണം ഇവിടെ എർത്ത് സൈൻ ആണ് ഏറ്റവും കൂടുതൽ ആക്റ്റീവ് ആയിട്ടുള്ളത്. എർത്ത് എപ്പോഴും പ്രാക്ടിക്കൽ മെറ്റീരിയലിസ്റ്റിക് തിങ്സിനെ കാണിക്കുന്ന കാര്യമാണ്. ഓക്കെ, അപ്പോൾ ഒരു മെറ്റീരിയലിസ്റ്റിക് എനർജിയാണ് നിങ്ങളുടെ പേഴ്സൻ്റെ. ഈ ഒരു ടൈമിലും ഇവർ വളരെയധികം പ്രാക്ടിക്കലായിട്ടാണ് നിങ്ങളോട് പെരുമാറുന്നുള്ളത്. അല്ലെങ്കിൽ ഹേർട്ടിനെ കഴിഞ്ഞും കൂടുതൽ ഇവർ ഇമോഷൻസിനെ കഴിഞ്ഞും കൂടുതൽ യൂസ് ചെയ്യുന്നത് ഇവരുടെ ബ്രെയിൻ ആയിരിക്കും. പക്ഷെ എന്നാലും നിങ്ങളോട് സ്നേഹമുണ്ട്. പക്ഷേ ഓക്കെ, ഇവിടെ എനിക്ക് കുറച്ച് പേരുടെ എനിക്ക് ഫീൽ ചെയ്യുന്ന ഈ ഒരു ടൈമിൽ സെപ്പറേഷൻ എനർജീസ് ആണ്. ഈ ഒരു വ്യക്തി നിങ്ങളിൽ നിന്ന് മൂവ് ഓൺ ചെയ്ത് പോയിട്ടുണ്ട്. ഓക്കെ, ഫോർ സം റീസൺസ് മേ ബി ഈ ഒരു വ്യക്തി ഈ ഒരു കണക്ഷൻ ഓൾറെഡി എന്ന് വെച്ചാൽ ഇമോഷൻസ് ഉണ്ടെങ്കിൽ പോലും ഇവർ വളരെയധികം ആരുടെയും ഇൻഫ്ലുവൻസിൽ മൂവ് ചെയ്ത് പോയിട്ടുള്ളതായിരിക്കാം തേർഡ് പേഴ്സൻ്റെ. അതല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു വ്യക്തി ഇവർ ഈ ഒരു കണക്ഷൻ വേണ്ട എന്ന് പറഞ്ഞ് സ്വയമായിട്ട് നിങ്ങളെ വിട്ടിട്ട് പോയിട്ടുള്ളതായിരിക്കാം. അപ്പം ഈ ഒരു 8 ഓഫ് കപ്സ് ഉപേക്ഷിച്ചാണ് ഈ ഒരു വ്യക്തി പോകുന്നുള്ളത്. അപ്പം അത് വളരെയധികം മൈൻഡ് ഉപയോഗിച്ചിട്ട് എടുത്തിട്ടുള്ളൊരു തീരുമാനമായിരിക്കും. ഈ ഒരു വ്യക്തി നിങ്ങളുടെ ഈ ഒരു കണക്ഷനിൽ നിൽക്കുന്നില്ല, നിങ്ങളെ വേണ്ട എന്നുള്ളതെന്നാണ് എനിക്കിവിടെ ഫീൽ ചെയ്യുന്നത്. ലെറ്റ്സ് എനിക്ക് തോന്നുന്നു റീസെൻ്റ് ആയിട്ട് നിങ്ങൾ ഈ ഒരു വ്യക്തിയോട് കമ്മിറ്റ്മെൻറ്റ് ചോദിച്ചിട്ടുണ്ടാവാം, അല്ലെങ്കിൽ കുറച്ച് റൂഡായിട്ട് നിങ്ങൾ ഇവരോട് പെരുമാറിയിട്ടുണ്ടാവാം. അതിന് ഭാഗമായിട്ട് ഈ ഒരു വ്യക്തി ഈ ഒരു കണക്ഷനിൽ നിന്ന് മൂവ് ചെയ്തു പോയി. അല്ലെങ്കിൽ നിങ്ങൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളായിരിക്കാം ഈ ഒരു കണക്ഷനിൽ നിന്ന് മൂവ് ചെയ്ത്. അതിനൊരു റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ നിങ്ങൾക്ക് ഫീലിങ്സ് എക്സ്പ്രസ് ചെയ്യുന്നില്ല, നിങ്ങൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന രീതിക്ക് ഇവർ നിങ്ങളുടെ അടുത്ത് സ്റ്റേബിളായിട്ട് ഇരിക്കുന്നില്ല, ഒരു സ്റ്റെബിലിറ്റി നിങ്ങൾക്ക് തരുന്നില്ല. അതുകൊണ്ട് എന്ത് ചെയ്തു, നിങ്ങൾ ഈ ഒരു കണക്ഷനിൽ നിന്ന് മൂവ് ചെയ്തു. ഓക്കെ, ആ ഒരു എനർജീസാണ് എനിക്കിവിടെ ഫീൽ ചെയ്യുന്നുള്ളത്. ഫോർ സം ഓഫ് യു വളരെ ഫ്യൂ എനർജീസ്, അതായത് മാരിറ്റൽ റിലേഷൻഷിപ്പ് ആണെന്നുണ്ടെങ്കിൽ ഓൾറെഡി അതിവിടെ ഫാമിലി ആയിരിക്കും റീസൺ നിങ്ങൾ മൂവ് ചെയ്ത് പോയിട്ടുള്ളത്. ചിലർക്കൊക്കെ ഇവിടെ ഫ്രണ്ട്സാണ് റീസണായിട്ട് വന്നിട്ടുള്ളത് ഈ ഒരു കണക്ഷൻ ഉണ്ടാവാനായിട്ട്. കാരണം ഇവരുടെ ഫ്രണ്ട്സ്, ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ, ഇവരധികം ആരുമായിട്ട് കൂട്ടുകൂടുന്ന ഒരു വ്യക്തിയൊന്നും ആയിരിക്കില്ല. മേ ബി ഇവരുടെ ഫ്രണ്ട്സ് ഇവരെ ഒത്തിരി അധികം ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ടാകും ഈ ഒരു കണക്ഷൻ നിൽക്കാതിരിക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, പക്ഷേ ഇവിടെ എനിക്ക് തോന്നുന്നു ഇവിടെ ഒരു ക്ലാരിറ്റി നിങ്ങൾക്ക് കിട്ടും. ഇവിടെ ഒരു സെപ്പറേഷൻ എനർജി ആണെങ്കിലും നോ കോണ്ടാക്ട് എനർജീസ് ആണെങ്കിലും ഇവിടെ നിങ്ങൾക്കൊരു ക്ലാരിറ്റി കിട്ടും. എനിക്കതാ ഇവിടെ ഫീൽ ചെയ്യുന്നത്. കാരണം നിങ്ങളുടെ പേഴ്സൻ്റെ മനസ്സിൽ നിങ്ങളുമായിട്ട് ഒരു ന്യൂ ബിഗിനിങ് ചെയ്യണം എന്ന് ആഗ്രഹമുണ്ട്, നിങ്ങൾക്കൊരു ക്ലാരിറ്റി തരണം എന്ന് ആഗ്രഹമുണ്ട്. നിങ്ങളെ എപ്പോഴും ഇങ്ങനെ ഒരു സ്റ്റക്കാക്കി വെക്കാനായിട്ടോ അല്ലെങ്കിൽ ഈ ഒരു കണക്ഷനിൽ ഒരു ക്ലാരിറ്റി ഇല്ലാതെ വെക്കാനായിട്ടോ ഈ ഒരു വ്യക്തി ആഗ്രഹിക്കുന്നില്ല. കാരണം ഈ ഒരു വ്യക്തി നിങ്ങളെക്കുറിച്ചിട്ട് ചിന്തിക്കുന്നുണ്ട് 24/7. ഇവിടെ കമ്മ്യൂണിക്കേഷൻ്റെ കാർഡ് വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങളത് ഓർത്തിട്ട് വറീഡ് ആവേണ്ട. ഇവരെ കമ്മ്യൂണിക്കേഷൻ കിട്ടുമോ ഇല്ലയോ എന്നൊക്കെ ഓർത്ത് വറീഡ് ആയിട്ടുള്ള ആളുകൾ ഈ ഒരു റീഡിങ് കാണുന്നുണ്ടാവാം. പക്ഷെ കുറച്ച് താമസിച്ചിട്ടാണെങ്കിൽ ഇവിടെ കമ്മ്യൂണിക്കേഷൻ കിട്ടും. ഓക്കെ, മേ ബി നിങ്ങൾക്ക് ഈ ഒരു വ്യക്തിയെ ഡ്രീമിൽ കാണാൻ പറ്റുന്നുണ്ടാവും. നിങ്ങൾ ബട്ടർഫ്ലൈസ് കാണുന്നുണ്ടാവും. 1111 ഏഞ്ചൽ നമ്പർ നിങ്ങൾ കാണുന്നുണ്ടാവും കണ്ടിന്യൂസ് ആയിട്ട്. 1010 നിങ്ങൾ കാണുന്നുണ്ടാവാം. ഓക്കെ, അതിനൊക്കെ ഒരു റീസൺ എന്ന് പറയുന്നത് മെയിനായിട്ട് ഇവിടെ
ഈ ഒരു വ്യക്തി നിങ്ങളെക്കുറിച്ചിട്ട് ചിന്തിക്കുന്നത് കൊണ്ടാണ്. ഇവിടെ ഒരു ട്രാൻസ്ഫോർമേഷൻ്റെ എനർജീസാണ് നമുക്ക് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഈ ഒരു കണക്ഷനിൽ. നമുക്കത് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും, ക്ലിയർ ആയിട്ട് നമുക്ക് പറയാൻ പറ്റും. പക്ഷേ ഇവിടെ എർത്തും കൂടുതലായിട്ടും പ്രാക്ടിക്കാലിറ്റിയും കൂടുതലായതുകൊണ്ട് തന്നെ ഈ ഒരു വ്യക്തി വളരെ പ്രാക്ടിക്കലായിട്ടാണ് ഈ ഒരു ടൈമിലുള്ളത്. അതുകൊണ്ട് തന്നെ ആ ഒരു റീകൺസിലേഷനുള്ള എനർജീസ് ഈ ഒരു വ്യക്തിയുടെ ആ ഒരു ട്രാൻസ്ഫോർമേഷനെ ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും ഉള്ളത്. എനിക്കത് ഇവിടെ ഫീൽ ചെയ്യുന്നത് കേട്ടോ. ബിക്കോസ് വളരെയധികം മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ളൊരു വ്യക്തിയാണ്. പിന്നെ അതുമാത്രമല്ല ഫാമിലി ഓറിയൻറ്റഡ് പേഴ്സൺ ആണ്. ഇവർക്ക് നിങ്ങളോട് ഡീപ്പായിട്ടുള്ളൊരു ഇൻറ്റൻസ് ആയിട്ടുള്ളൊരു കണക്ഷൻ ഫീൽ ചെയ്യുന്നുണ്ട് വിത്ത് ഹൈറോഫൻ. ബട്ട് എന്നാൽ പോലും ഇവിടെ റെസ്ട്രിക്ഷൻസ് ഉണ്ട്. അത് മേ ബി ഇവരുടെ ഫാമിലി ആയിരിക്കാം, നിങ്ങൾ തമ്മിലുള്ള റിലീജിയസ് ഫാക്ടർ ആയിരിക്കാം, ബാക്ക്ഗ്രൗണ്ട് ഡിഫറൻസസ് ആയിരിക്കാം. എന്താണെങ്കിലും ഇവിടെ നല്ല രീതിക്ക് നിങ്ങൾ തമ്മിൽ നിങ്ങൾ തമ്മിലുള്ള പ്രശ്നങ്ങൾക്കിടയിൽ നിങ്ങളെന്തോ വളരെ റൂഡായിട്ട് നിങ്ങൾക്കുള്ള ആവശ്യങ്ങൾ ഈ ഒരു വ്യക്തിയുടെ മുന്നിൽ വെച്ചിട്ടുണ്ട്. നിങ്ങളല്ലെങ്കിൽ പറഞ്ഞിട്ടുണ്ടാവാം ഇതിന് പറ്റത്തില്ല, കാരണം എപ്പോഴും കമ്മിറ്റ്മെൻറ്റ് തരാതെ സ്റ്റെബിലിറ്റി തരാതെ ഈ ഒരു കണക്ഷൻ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് പറ്റത്തില്ല, എനിക്കതിന് ഇൻട്രസ്റ്റും ഇല്ലാതെ നിങ്ങൾ ഈ ഒരു വ്യക്തിയോട് പറഞ്ഞിട്ടുണ്ടാവാം. അത് ഈ ഒരു വ്യക്തിക്ക് വളരെയധികം കൊണ്ടിട്ടുണ്ട്. അതുകൊണ്ട് ഈ ഒരു വ്യക്തി ഒന്നും ആലോചിക്കാതെ ഈ ഒരു കണക്ഷനെ ഉണ്ടാക്കിയിട്ട് പോയിട്ടുണ്ടാവാം. ഓക്കെ, ആ ഒരു എനർജീസാണ് എനിക്കിവിടെ ഫീൽ ചെയ്യുന്നത്. ബട്ട് ഇവിടെ ഒരു ലോട്ട് ഓഫ് ക്ലാരിറ്റി നിങ്ങളിലേക്ക് വരുന്നുണ്ടാവും. ഈ ഒരു കണക്ഷൻ ഒരു ക്ലാരിറ്റി ഇല്ലായിരിക്കാം ഇത്രയും കാലം, പക്ഷേ ഇനിയുള്ള ടൈമിൽ നിങ്ങൾക്ക് ഇവിടെ ഒരു ക്ലാരിറ്റി കിട്ടും. എനിക്ക് തോന്നുന്നു ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പാണ് ചിലർക്കൊക്കെ ഇവിടെ. ഓക്കെ, ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പാണ്. മേ ബി നിങ്ങളോട് ഈ ഒരു വ്യക്തി പറഞ്ഞിട്ടുണ്ടാവാം നമുക്ക് മാരേജൊക്കെ ചെയ്തിട്ട് ഫോറിനിൽ പോയി സെറ്റിലാവാം, അവിടെ ഹാപ്പി ആയിട്ടിരിക്കാം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടാകും. നിങ്ങൾ അതിന് വേണ്ടിയിട്ട് വെയിറ്റിങ്ങിലാണ്. നിങ്ങൾ ഒത്തിരിയധികം എഫേർട്ടുകൾ എടുക്കുന്നുണ്ട് ഈ ഒരു കണക്ഷന് വേണ്ടിയിട്ട്. എനിക്കതിവിടെ കാണാൻ പറ്റുന്നുണ്ട്. ഒത്തിരിയധികം എഫേർട്ടുകൾ നിങ്ങൾ ഒത്തിരി പണിപ്പെടുന്നുണ്ട് ഈ ഒരു കണക്ഷൻ ഒന്ന് നോക്കാൻ. കാരണം നിങ്ങൾ ചിന്തിക്കുന്ന എപ്പോഴും മനസ്സുകൊണ്ടാണ് ചിന്തിക്കുന്നത്. കാരണം കേതുവിൻ്റെ കാർഡാണ് നമുക്ക് 8 ഓഫ് പെൻറ്റിക്കിൾസ് ഇവിടെ വന്നിട്ടുള്ളത്. കേതുവിൻ്റെ അടുത്ത് മാത്രമാണ് എപ്പോഴും മനസ്സുള്ളത്, കേതുവിൻ്റെ അടുത്താണ്. അല്ലെങ്കിൽ പക്ഷെ ആ ഒരു വ്യക്തിയുടെ എനർജി രാഹുവിൻ്റെ എനർജിയാണ്. ഓക്കെ, എന്ന് വെച്ച് കഴിഞ്ഞാൽ കൂടുതലായിട്ടും മൈൻഡ് വെച്ചിട്ട് ചിന്തിക്കുന്ന ഒരു എനർജി. അപ്പം അതുകൊണ്ടാണ് നിങ്ങളിവിടെ ഏറ്റവും കൂടുതൽ ഒരു സ്റ്റെബിലിറ്റിക്ക് വേണ്ടിയിട്ട് നിങ്ങൾ ആഗ്രഹിക്കുന്നത്, ഇവിടെ ഒത്തിരിയധികം എഫോർട്ടുകൾ എടുക്കുന്നത്. എങ്ങനെയെങ്കിലും എനിക്കൊരു എഫോർട്ട് എടുത്തിട്ട് എൻ്റെ ഏതെങ്കിലും ഒരു എഫോർട്ടുകളൊന്ന് വർക്കൗട്ടായിട്ട് ഈ ഒരു വ്യക്തി റിട്ടേൺ എൻ്റെ അടുത്ത് വന്നാൽ മതിയായിരുന്നു, ഒരു ഈക്വൽ ഗിവ് ആൻഡ് ടേക്ക് ചെയ്താൽ മതിയായിരുന്നു എന്നുള്ളൊരു എനർജിയിലാണ് നിങ്ങളിവിടെ ഉള്ളത്. ലെറ്റ്സ് ചെക്ക്. പ്ലീസ് ഗൈഡ് മീ ഡിവൈൻ. എൻ്റെ വ്യൂവേഴ്സിൻ്റെ പേഴ്സണൽ ലേറ്റ് നൈറ്റ് തോട്ട്സ് എന്താണ്? ഇവർ ഈ ഒരു കണക്ഷനിൽ എന്ത് തീരുമാനമാണ് ഈ ഒരു വ്യക്തി എടുക്കാൻ പോകുന്നുള്ളത്? പ്ലീസ് ഗൈഡ് മീ ഡിവൈൻ ഇൻ ഫ്യൂച്ചർ. ഇവിടെ ഹൈറോഫൻറ്റിൻ്റെ കാർഡ് 2 times വന്നിട്ടുണ്ട്. ഇവിടെ ഡെവിലിൻ്റെ കാർഡാണ് വന്നിട്ടുള്ളത്. എനിക്ക് തോന്നുന്നു ഇവിടെ നിങ്ങളോട് സ്നേഹമുണ്ട്, ഈക്വൽ ലവ് നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. നിങ്ങളെ സോഷ്യൽ മീഡിയയിൽ സ്റ്റോക്ക് ചെയ്യുന്നുണ്ട്. നിങ്ങളെ ബ്ലോക്ക് ആണെങ്കിൽ പോലും കൂടുതലായിട്ട് നിങ്ങൾ സംസാരിച്ചതും സോഷ്യൽ മീഡിയ വഴിയായിരിക്കും ഒരു വ്യക്തിയായിട്ട്. അല്ലാതെ നേരിട്ട് നിങ്ങൾ അധികം സംസാരിക്കുകയോ കണക്റ്റഡ് ആയിട്ട് ഇരിക്കുകയോ ഒന്നും ചെയ്തിട്ടുണ്ടാവില്ല. സോഷ്യൽ മീഡിയ വഴിയായിരിക്കാം നിങ്ങൾ ഏറ്റവും കൂടുതൽ കണക്റ്റഡ് ആയിട്ടുള്ളത്. ഓക്കെ, നിങ്ങൾ ഈ ഒരു വ്യക്തിയെ മീറ്റ് ചെയ്ത് കഴിഞ്ഞ് ഇവരുമായിട്ട് ഡീപ്ലി ഇൻറ്റൻസ് ആയിട്ട് നിങ്ങൾ ഈ ഒരു വ്യക്തിയായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ള ആ ഒരു ടൈമിൽ നിങ്ങൾക്ക് ഈ ഒരു വ്യക്തിയോട് വല്ലാത്തൊരു അഡിക്ഷനാണ്. കാരണം നിങ്ങൾ ഈ ഒരു വ്യക്തി ഒരിക്കലും നഷ്ടപ്പെടുത്തി കളയാനായിട്ട് ആഗ്രഹിക്കുന്നില്ല എന്നുള്ളൊരു എനർജി എനിക്കിവിടെ കാണാൻ പറ്റുന്നത്. പക്ഷേ അതിൻ്റെ ഇടയ്ക്ക് നിങ്ങൾക്ക് ഈ ഒരു കണക്ഷനെ കുറിച്ചിട്ടൊരു ക്ലാരിറ്റി ഇല്ലായ്മ. ഈ ഒരു വ്യക്തി നിങ്ങൾക്ക് ഒരു കമ്മിറ്റ്മെൻറ്റ് തരുമോ, ഒരു സ്റ്റെബിലിറ്റി തരുമോ, ഇവർ നിങ്ങളെ മാരേജ് ചെയ്യുമോ? മാരേജ് പോസിബിൾ ആയിട്ടുള്ളവരുടെ കാര്യമാണ് ഞാൻ പറഞ്ഞത് കേട്ടോ. മാരേജ് പോസിബിൾ ആയിട്ടുള്ളവർക്ക് മാരേജ് ചെയ്യാൻ പറ്റുമോ എന്നുള്ള രീതിക്കൊക്കെ ഉള്ള ഡൗട്ടുകൾ കുറേ നിങ്ങളുടെ മൈൻഡിലുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഒരു സ്റ്റെപ്പ് മുന്നോട്ടേക്ക് എടുത്ത് വെക്കാനും പറ്റുന്നില്ല, ഒരു സ്റ്റെപ്പ് പിന്നോട്ടേക്ക് എടുത്ത് വെക്കാനും പറ്റുന്നില്ല. കാരണം ഒരു കണക്ഷനിൽ നിൽക്കാനും പറ്റുന്നില്ല, നിങ്ങൾക്ക് ഒരു കണക്ഷനിൽ നിന്ന് പോകാനും പറ്റുന്നില്ല. ശരിക്കും കണ്ണിലൊരു തുണി കെട്ടിയിട്ടുള്ളത് പോലത്തെ ഒരു എനർജിയിലാണ് നിങ്ങളിവിടെ ഉള്ളത്. ശരിക്കും കണ്ണ് കാണാം, എന്നാൽ പോലും നിങ്ങളുടെ കണ്ണിന് മുന്നിൽ കുറേ ഇല്യൂഷൻസ് വന്നിങ്ങനെ നിൽക്കുന്ന ഒരു എനർജി എനിക്ക് നിങ്ങളുടെ ഇവിടെ കാണാൻ പറ്റുന്നുള്ളത്. നിങ്ങൾക്ക് ജസ്റ്റിസ് വേണം, പക്ഷേ ജസ്റ്റിസ് എങ്ങനെ കിട്ടും എന്നുള്ള കാര്യത്തിൽ നിങ്ങൾക്ക് അറിയാൻ മേല. കാരണം നിങ്ങൾ ഒത്തിരി അധികം അഡിക്റ്റഡ് ആണ് ഈ ഒരു വ്യക്തിയിൽ. വളരെയധികം വളരെ ഡീപ്പ് ആൻഡ് ഇൻറ്റൻസ് ആയിട്ടുള്ളൊരു കണക്ഷൻ, ഒരു കോ ഡിപ്പെൻഡൻസിയുടെ എനർജീസ് എനിക്ക് ഈ ഒരു വ്യക്തിയുടെ അടുത്ത് നിങ്ങൾ ഫീൽ ചെയ്യുന്നുണ്ട്. കോ ഡിപ്പെൻഡൻസി ഉണ്ട് നിങ്ങൾക്ക് ഈ ഒരു പേഴ്സണോട്, അല്ലെങ്കിൽ ഈ ഒരു കണക്ഷനോട്. ഇവിടെ നിങ്ങളുടെ പേഴ്സൺ ഓൾറെഡി എനിക്ക് തോന്നുന്നു ഫാമിലിയുടെ ഇഷ്യൂസ് കൊണ്ടാണ് സ്റ്റക്കായിട്ട് നിൽക്കുന്നുള്ളത്. അതിലിങ്ങനെ എന്ത് ചെയ്യണം എന്നറിയാതെ ആകെപ്പാടെ ഡൗൺ ആയിട്ടിരിക്കുന്ന ഒരു എനർജിയാണ് ഈ ഒരു പേഴ്സൻ്റെ എനിക്കിവിടെ കാണാൻ പറ്റുന്നുള്ളത്.
ഇവിടെ എനിക്ക് തോന്നുന്നു ചിലരൊക്കെ നിങ്ങൾ കാർമിക്കുമായിട്ടാണ് ഡീൽ ചെയ്യുന്നുള്ളത്. നിങ്ങൾ നിങ്ങളുടെ കാർമിക് റിലേഷൻഷിപ്പ്, അതിൽ കാർമിക് പാർട്ട്ണറുമായിട്ടാണ്, കാർമിക് സോൾമേറ്റുമായിട്ടാണ് നിങ്ങൾ ഡീൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാരണം സ്റ്റാർട്ടിങ്ങിൽ നമുക്കൊരു സ്പിരിച്വൽ കണക്ഷനായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ടെങ്കിലും ഇവിടെ റീസെൻ്റ് ആയിട്ട് എനിക്ക് ഇവിടെ ഫീൽ ചെയ്തിട്ടുള്ള ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ കർമ്മയാണ്, കാർമിക് സൈക്കിൾ. നിങ്ങൾ ഈ ഒരു വ്യക്തിയായിട്ട് നിങ്ങളുടെ കർമ്മ ബാഗേജസ് എൻഡാക്കാനായിട്ടുള്ള ശ്രമത്തിലാണ് ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്നത്. കാരണം ഈ ഒരു സൈക്കിൾ ഇവിടെ എൻഡായി, കാർമിക് സൈക്കിൾ. സോ ഇനി എഗെയിൻ ഇവിടെ ഒരു സ്റ്റാർട്ടിങ് ഉണ്ടാകുമെന്നാണ് എനിക്കിവിടെ കാണാൻ പറ്റുന്നത്. കാരണം ഈ ഒരു കാർമിക് പീരീഡ് അല്ലെങ്കിൽ ആ ഒരു ടൈം ഇവിടെ കഴിഞ്ഞിട്ടില്ല. ഓക്കെ, മേ ബി ഈ ജന്മത്തിൽ നിങ്ങൾ ആരോടെങ്കിലും എന്തെങ്കിലും മിസ്റ്റേക്സ് ചെയ്തിട്ടുണ്ടാവാം, അല്ലെങ്കിൽ അതിൻ്റെ കർമ്മയായിരിക്കണം മേ ബി നിങ്ങൾക്ക് കിട്ടുന്നുണ്ടാവുക. ഇവിടെ പാസ്റ്റ് ലൈഫ് കർമ്മയുടെ എനർജീസ് ഒന്നും എനിക്കിവിടെ ഫീൽ ചെയ്യുന്നില്ല. പക്ഷേ എന്തോ ഒരു കർമ്മയാണ്, നിങ്ങൾ ആരോടെങ്കിലും എന്തെങ്കിലും ചെയ്തിട്ട് ആരുടെയെങ്കിലും മനസ്സ് വിഷമിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള അതേ അളവിലും തൂക്കത്തിലും നിങ്ങളുടെ മനസ്സ് വിഷമിപ്പിക്കുന്ന രീതിക്കുള്ള ഒരു കർമ്മയാണ് ഇപ്പോൾ നിങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നുള്ളത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഓൾറെഡി നമുക്ക് കർമ്മയിൽ നിന്ന് ഒളിച്ചോടാനായിട്ട് പറ്റുകയില്ല. കാരണം നമുക്ക് ഏതൊരു വ്യക്തിക്കും നമ്മൾ ചെയ്തതിൻ്റെ കർമ്മ ഉറപ്പായിട്ടും കിട്ടുന്നുണ്ടാവും. ഓക്കെ, സോ അവർ എനർജീസാണ്. നമുക്ക് കാർഡ് വെച്ചിട്ടില്ല, നമുക്ക് ഒറാക്കിൾസ് വെച്ചിട്ട് നോക്കാം. പ്ലീസ് ഗൈഡ് മീ ഡിവൈൻ. എൻ്റെ വ്യൂവേഴ്സിൻ്റെ പേഴ്സൻ്റെ ലേറ്റ് നൈറ്റ് തോട്ട്സ് എന്താണ്? ഫ്രണ്ട്ലിനെസ്. ഈ ഒരു വ്യക്തി നിങ്ങളുടെ അടുത്തേക്ക് റിട്ടേൺ വരും. പക്ഷേ വരുമ്പോഴേക്കും ഇവർ നിങ്ങൾക്ക് എഗെയിൻ കമ്മിറ്റ്മെൻറ്റ് തരാതിരിക്കാനുള്ള സാധ്യതയുണ്ട്. എല്ലാവരുടെ എനർജീസ് ഒന്നും അല്ല കേട്ടോ. ചിലർക്കൊക്കെ മാരേജ്, നിങ്ങളുടെ റിലീജിയനൊക്കെ ഓക്കെയാണ്, ഫാമിലി ബാക്ക്ഗ്രൗണ്ട്സ് ഒക്കെ ഓക്കെയാണ് എന്നൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ, സെയിം ആണെന്നുണ്ടെങ്കിൽ ഒരു വ്യക്തി റിട്ടേൺ നിങ്ങളുടെ അടുത്ത് വന്ന് നിങ്ങളെ മാരേജ് ചെയ്യും. ഇനിയിപ്പം അങ്ങനെയുള്ള ഒരു സിറ്റുവേഷൻസ് അല്ല എന്നുണ്ടെങ്കിൽ, ഓൾറെഡി ഞാൻ പറഞ്ഞതിൻ്റെ മീനിങ് ഇവരുടെ ഫാമിലിയെ കൂട്ടി നിങ്ങളെ മാരേജ് ചെയ്യുന്നുണ്ടാവും. കാരണം ഈ ഒരു വ്യക്തി ഫാമിലി ഇല്ലാതെ ഇവരൊരു കാര്യങ്ങളും ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന ഒരാളൊന്നുമല്ല. കാരണം എല്ലാത്തിനും ഫാമിലിയുടെ ഒരു എനർജി ആവശ്യമാണ് ഇവർക്ക്. അപ്പോഴേക്കും ആ ഒരു ബ്ലെസ്സിങ്സ് ആവശ്യമാണ്. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും നമുക്ക് മാരേജ് പോസിബിൾ ആണെന്ന് പറയാൻ ഒക്കെയില്ല. പക്ഷെ ഇവിടെ ഇവർ നിങ്ങളുമായിട്ടൊരു കണക്ഷൻ എന്തായാലും ഒരു ഫ്രണ്ട്ഷിപ്പ് എങ്കിലും കീപ്പ് ചെയ്യണം എന്ന് ഇവർ ആഗ്രഹിക്കുന്നുണ്ടാവും. ഒരു ഫ്രണ്ട്ലിനെസ്സിൻ്റെ എനർജിയിൽ നിൽക്കണം എന്ന് ഇവർ ആഗ്രഹിക്കുന്നുണ്ടാവും. എനിക്കതാണ് ഇവിടെ ഫീൽ ചെയ്യുന്നുള്ളത്. ഓക്കെ, ദെൻ അഗെയിൻ ഇവിടെ ഈ ഒരു കണക്ഷനെ കുറിച്ചിട്ട് അഗെയിൻ പറയാനായിട്ടുള്ളത്, നിങ്ങളുടെ പേഴ്സൺ വളരെയധികം നെയിമും ഫെയിമും അങ്ങനെ പേരും ഇമേജസും ഒന്നും കളയാൻ പാടില്ല, അല്ലെ പോകാൻ പാടില്ല എന്ന് ചിന്തിക്കുന്ന ഒരു വ്യക്തിയാണ്. അങ്ങനെ ഒരു വ്യക്തിയായിട്ടാണ് നിങ്ങൾ ഡീൽ ചെയ്യുന്നുള്ളത്. തണ്ടർ ബോൾട്ട്, ഒരു സഡൻ ടവർ മൂവ്മെന്റ് ആയിരിക്കാം നിങ്ങളുടെ കണക്ഷനിൽ സംഭവിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ ഒരു സഡൻ ടവർ മൂവ്മെന്റ് നിങ്ങളുടെ കണക്ഷനിൽ അഗെയിൻ സംഭവിക്കുന്നുണ്ടാവും. ആ ഒരു ടൈമിൽ ഈ ഒരു വ്യക്തി റിട്ടേൺ നിങ്ങളുടെ അടുത്തേക്ക് വരുന്നുണ്ടാവും. ഒരു ഫ്രണ്ട്ലെസ്സിൻ്റെ എനർജിയിൽ നിൽക്കണം എന്ന് പറയുന്നത്. നിങ്ങൾ മാരിറ്റൽ റിലേഷൻഷിപ്പ് ആണെങ്കിലും ഇവിടെ ഈ ഒരു വ്യക്തി നിങ്ങളുടെ അടുത്തേക്ക് ജസ്റ്റ് റിലേഷൻഷിപ്പ് ലോങ് ടേം എന്നുള്ള രീതിക്ക് ഇവർ നിങ്ങളോട് പറയും, നമുക്കൊരു ഫ്രണ്ട്സായിട്ട് നമുക്ക് ലൈഫ് ലോങ് പോകാം എന്നുള്ളൊരു എനർജിക്ക് ഒരു വ്യക്തി നിങ്ങളോട് പറയാനുള്ള സാധ്യതയുണ്ട്. വലിയ വലിയ വാക്കുകളൊക്കെ കാര്യങ്ങളൊക്കെ പറഞ്ഞു വരുന്നുണ്ടാവും, വേർഡ്സുകളൊക്കെ പറഞ്ഞിട്ട് നിങ്ങളെ വലയിലാക്കാൻ വേണ്ടി. എനിക്കതാ ഇവിടെ ഫീൽ ചെയ്യുന്ന കേട്ടോ. ഈ ഒരു ടൈമിൽ ഈ ഒരു വ്യക്തി നിങ്ങളുടെ പേഴ്സണേക്ക് എന്തൊക്കെയോ സെലിബ്രേഷൻസ് ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു എനർജീസാണ്. കൂട്ടുകാരുടെ കൂടെ അടിച്ചു പൊളിച്ചിരിക്കുന്ന ഒരു എനർജി ആയിരിക്കാം. ടൈംലെസ് എനർജീസാണ് കേട്ടോ. സൈലൻസ്. ഈ ഒരു ടൈം ഈ ഒരു വ്യക്തി ചിന്തിക്കുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു വ്യക്തി പാസ്റ്റിൽ എന്ത് നടന്നിട്ടുണ്ടോ ആ ഒരു സിറ്റുവേഷൻസിനെയൊക്കെ മറന്നു കളഞ്ഞിട്ട് നിങ്ങളുമായിട്ട് ഒരു ന്യൂ റീകോൺസിലേഷൻ ചെയ്യണം എന്ന് ഈ ഒരു വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട്. ശരിക്കും ഈ ഒരു വ്യക്തിക്കും നിങ്ങളുടെ കണക്ഷനിൽ നടന്നിട്ടുള്ള ആ ഒരു പാസ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ വല്ലാത്തൊരു ബേർഡൻ കൊടുക്കുന്നുണ്ട്, ടെൻഷൻസ് കൊടുക്കുന്നുണ്ട്. നിങ്ങളുടെ അടുത്തേക്ക് വരാൻ വേണ്ടി തന്നെ ഇവർക്കൊരു ഗിൽട്ട് ഫീൽ ചെയ്യുന്നുണ്ട്, ഒരു റിഗ്രഷൻ ഫീൽ ചെയ്യുന്നുണ്ട്. സോ ആ ഒരു എനർജി എല്ലാം വിട്ടിട്ട് ഇവർ വീണ്ടും നിങ്ങളുടെ കണക്ഷനിലേക്ക് വന്ന് നിങ്ങൾക്കൊരു ക്ലാരിറ്റി തരണം, ഒരു റീകൺസിലേഷൻ ചെയ്യണം എന്നാണ് ഈ ഒരു വ്യക്തിയുടെ ആഗ്രഹം. ഇവിടെ സൈലൻസിൻ്റെ എനർജീസ് മെയിൻ റീസൺ ഇവർ ചെയ്തിട്ടുള്ള പാസ്റ്റിലെ മിസ്റ്റേക്സ്. അതാണ്, സ്വന്തം മിസ്റ്റേക്സിനെ മറച്ചു വെക്കാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്യുന്ന ഒരു വ്യക്തിയായിട്ടായിരിക്കാം ഇവർ നിങ്ങൾ ഡീൽ ചെയ്യുന്നത്. പലപ്പോഴും ഇവരുടെ ഭാഗത്താണ് മിസ്റ്റേക്കെങ്കിൽ പോലും നിങ്ങളായിരിക്കും പലപ്പോഴും ഇവരുടെ അടുത്ത് കാലും കൈയും പിടിച്ചിട്ട് ചെന്നിട്ടുള്ളത്. കാരണം നിങ്ങൾക്ക് ഇവിടെ ഈ ഒരു കണക്ഷൻ ഇമ്പോർട്ടൻ്റ് ആണ്, അവർ വിട്ടിട്ട് പോകരുത് എന്നുള്ളൊരു എനർജി നിങ്ങൾക്ക് നിങ്ങളുടെ മൈൻഡിലുണ്ട്. ഓക്കെ, എനിക്കതാണ് ഇവിടെ കാണാൻ പറ്റുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഒത്തിരി അധികം ബഗ് ചെയ്തിട്ടുണ്ടാകും ഈ ഒരു കണക്ഷന് വേണ്ടിയിട്ട്, എന്നെ ഇട്ടിട്ട് പോകരുതെന്നൊക്കെ നിങ്ങൾ പറഞ്ഞിട്ടുണ്ടാകും. ബട്ട് എന്നാലും ഈ ഒരു വ്യക്തി എന്തെങ്കിലും നിങ്ങളോട് അത്രയ്ക്കും പാസ്റ്റിൽ എന്തൊക്കെയോ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ആ ഒരു കാര്യങ്ങൾ പാസ്റ്റ് മീൻസ് പാസ്റ്റ് റിലേഷൻഷിപ്പ് എന്ന് അല്ല, നിങ്ങളുടെ ഈ ഒരു റിലേഷൻഷിപ്പിലെ പാസ്റ്റ് ടൈമിൽ. ഓക്കെ, ഇവിടെ എനിക്ക് തോന്നുന്നു നിങ്ങളുടെ വ്യക്തിക്ക് ഏറ്റവും കൂടുതൽ
മറ്റുള്ളവരെ ഭരിക്കാനും ഒരു രാജാവിനെ പോലെ ഇരിക്കാനും ഒക്കെയാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം. ഇയാളുടെ ഓർഡർ അനുസരിച്ചിട്ട് ബാക്കിയുള്ളവർ ജീവിക്കണം എന്നുള്ളൊരു എനർജി നിങ്ങളുടെ കണക്ഷനിലും അങ്ങനെ തന്നെയാണുള്ളത്. നിങ്ങൾ ഇവർ പറയുന്നത് കേട്ടിട്ട് വേണം മുന്നോട്ടേക്ക് പോകാൻ, ഇല്ലെങ്കിൽ നിങ്ങൾക്ക് മൈവേ ഓർ ഹൈവേ എനർജീസ് ആണ്. സുഖലോലുപങ്ങളിൽ ഏറ്റവും കൂടുതൽ ഇൻട്രസ്റ്റ് ഉള്ളൊരു വ്യക്തിയായിരിക്കും. ഒത്തിരി അധികം ആഹാരം കഴിക്കുന്നുണ്ടാവും ഈ ഒരു വ്യക്തി. കൂടുതലായിട്ടും എക്സ്പെൻസീവ് ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും യൂസ് ചെയ്യുന്നുള്ളത്. വലിയൊരു ആഡംബര ജീവിതം നയിക്കുന്ന ഒരു വ്യക്തിയായിട്ടായിരിക്കും നിങ്ങൾ ഡീൽ ചെയ്യുന്നത്. അല്ലെങ്കിൽ ക്യാഷ് അധികം ഇല്ലെങ്കിൽ പോലും ഈ ഒരു വ്യക്തി ആഡംബരത്തിനോ അല്ലെങ്കിൽ പൈസ ചിലവാക്കുന്നതിനോ യാതൊരു തരത്തിലുള്ള കുറവും ഉണ്ടാവുകയില്ല. വലിയ ആർഭാടത്തോടു കൂടി ജീവിക്കുന്ന ഒരു വ്യക്തിയായിട്ടായിരിക്കാം നിങ്ങൾ ഡീൽ ചെയ്യുന്നത്. ഇവർക്കപ്പം ഇവരുടെ തോട്ട്സും കാര്യങ്ങളും ഒക്കെ ഏറ്റവും കൂടുതൽ പൈസയോട് അറ്റാച്ച്ഡ് ആയിട്ടായിരിക്കാം, അതായത് മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള കാര്യങ്ങളോട് അറ്റാച്ച്ഡ് ആയിട്ടായിരിക്കാം. അല്ലെങ്കിൽ കൂടുതലായിട്ടും പൈസയ്ക്ക് കുറേ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു വ്യക്തിയാണ്. ഒത്തിരി അധികം പൈസ വേണം ഇവർക്ക്. പാരമ്പര്യമായിട്ട് സ്വത്തുക്കൾ ഉണ്ടാവാം, ഇല്ലെങ്കിൽ പോലും ഇവിടെ ഇവർക്ക് ഒന്നും ഇല്ലെങ്കിൽ പോലും ഇവർ വളരെ ലാവിഷായിട്ടും ജീവിക്കണം എന്നുള്ള ഒരു എനർജി ഉള്ള ആളുകളാണ്. ഭയങ്കര സുഖലോലഭങ്ങളിൽ ജീവിക്കണം എന്നുള്ളൊരു ചിന്ത. ഓക്കെ, അങ്ങനെയുള്ള ആളുകളുണ്ടല്ലോ, ആ ഒരു എനർജീസിലാണ് ഇവിടെ ഈ ഒരു പേഴ്സൺ ഉള്ളത്. എഗെയിൻ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഭയങ്കര ലേസി ആയിട്ടുള്ളൊരു വ്യക്തിയാണ്. ഒന്നിനും ഒരു ആക്ഷൻ എടുക്കാൻ പറ്റത്തില്ല. എല്ലാ എഫേർട്ടുകളും മറ്റുള്ളവരെടുത്തോണം, മറ്റുള്ളവർ ഇവരെ പ്രീതിപ്പെടുത്തണം, ഇവർക്ക് ആരെയും പ്രീതിപ്പെടുത്താൻ പറ്റത്തില്ല. പക്ഷെ റിലേഷൻഷിപ്പിൽ കുറേ കാലം ഇങ്ങനെ തന്നെ പോയിട്ടുണ്ടാവും. നിങ്ങൾ പലപ്പോഴും ഈ ഒരു വ്യക്തിക്ക് വേണ്ടിയിട്ട് പല കാര്യങ്ങളും ചെയ്തിട്ടുണ്ടാവും. പക്ഷെ എന്നാൽ പോലും ഒരു വ്യക്തിക്ക് നന്ദി ഉണ്ടാവുകയില്ല അതിന്. നിങ്ങൾക്കും അത് ഫീൽ ചെയ്തിട്ടുണ്ടായി, ഇത്രയും കാര്യങ്ങളൊക്കെ ഞാൻ ഈ ഒരു വ്യക്തിക്ക് വേണ്ടി, ഇയാൾക്ക് എന്നോട് ഒരു നന്ദി ഇല്ലല്ലോ എന്നുള്ളൊരു എനർജിയിലേക്ക് നിങ്ങൾ ഫീൽ ചെയ്തിട്ടുണ്ടാവാം പലപ്പോഴും. ഓക്കെ, ആ ഒരു എനർജീസാണ് എനിക്കിവിടെ ഫീൽ ചെയ്യുന്നുള്ളത്. പക്ഷെ ഇവർക്ക് ഒത്തിരി അധികം സ്നേഹമുണ്ട് നിങ്ങളോട്. പക്ഷേ ഇവർ കൂടുതലായിട്ടും കൺട്രോൾ ചെയ്യുന്നതിലും ഭയങ്കര ഡോമിനേറ്റ് ആയിട്ടുള്ള ഒരു എനർജിയിലും ഒക്കെയാണ് ഉള്ളത്. അവർക്ക് അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇഷ്ടം. പക്ഷേ ഈ ഒരു കണക്ഷനെ സംബന്ധിച്ചിടത്തോളം അത് നല്ലൊരു കാര്യമാണ്. മറ്റുള്ളവരുടെ മുന്നിൽ ഞാൻ എന്തോ വലിയ സംഭവമാണെന്നൊക്കെ കാണിക്കുന്നത് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള കാര്യം തന്നെയാണ്. പക്ഷെ ഒരു റിലേഷൻഷിപ്പിൽ നമ്മളൊരിക്കലും അങ്ങനെ ഞാൻ എന്തോ വലിയ സംഭവമാണ് എന്നുള്ള രീതിക്ക് ഇരുന്ന് കഴിഞ്ഞാൽ കണക്ഷൻ ഇല്ലാതായി പോകും. എപ്പോഴും ഒരു ഈക്വൽ ഗിവ് ആൻഡ് ടേക്ക് കണക്ഷന് വേണ്ടിയിട്ട് വേണം. അപ്പം അങ്ങനെ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ഒരു കണക്ഷനിൽ അതിലൊരു ഗ്രോത്ത് ഉണ്ടാവില്ല, അതിലൊരു ഫ്ലവറിങ് ഉണ്ടാവില്ല. കണക്ഷൻ എപ്പോഴും നമ്മൾ മെച്യൂരിറ്റിയോട് കൂടി ഡീൽ ചെയ്യുന്നുണ്ടാവണം. പക്ഷേ ഈ ഒരു വ്യക്തി അങ്ങനെ ഡീൽ ചെയ്തിട്ടില്ല. പക്ഷെ ഇവർ മെച്യൂറാണ്, ഫാസ്റ്റ് ആക്ഷൻ എടുക്കുന്ന ഒരു വ്യക്തിയായിരിക്കും. എന്തെങ്കിലും കാര്യങ്ങൾ കേൾക്കും പെട്ടെന്ന് പൊട്ടിത്തെറിക്കുന്നുണ്ടാവും. ഓക്കെ, വളരെയധികം നോളേജ് ഉള്ളൊരു എനർജീസാണ് എനിക്കിവിടെ ഫീൽ ചെയ്യുന്നത്. എനിക്കെല്ലാം അറിയാം, ലോകം മൊത്തം ഞാൻ ചുറ്റിക്കണ്ടിട്ടുണ്ട്, ഞാൻ പറയുന്നതാണ് ശരി, ഞാൻ പറയുന്നത് അംഗീകരിക്കണം എന്നുള്ളൊരു എനർജി. അത് നിങ്ങളുടെ അടുത്ത് മാത്രമല്ല എല്ലാവരുടെ അടുത്താണ്. പക്ഷെ നിങ്ങൾ കുറച്ച് താന്ന് കൊടുക്കുന്നതുകൊണ്ട് നിങ്ങളുടെ തലയിൽ കയറി ഒരു വ്യക്തി നിറങ്ങുന്നുണ്ടാവും. എനിക്കതാണ് ഇവിടെ ഫീൽ ചെയ്യുന്നത്. ഓക്കെ, നിങ്ങൾ പലപ്പോഴും ഈ ഒരു വ്യക്തിക്ക് വളം വെച്ച് കൊടുത്തിട്ടാണ് ഈ ഒരു കണക്ഷൻ ഇങ്ങനെ ആയിട്ടുള്ളതെന്ന് എനിക്ക് ഫീൽ ചെയ്യുന്നത്. അല്ലെങ്കിൽ ഇങ്ങനെ നിങ്ങൾ നിങ്ങളുടെ വാല്യൂവും വേർത്തും മനസ്സിലാക്കിയിട്ട് നിങ്ങൾ നിന്നിട്ടുണ്ടായിരുന്നെങ്കിൽ ഈ ഒരു കണക്ഷനിൽ ഈ ഒരു വ്യക്തിക്ക് ഇങ്ങനെ ഇത്രയും ഒരു ഈഗോയിസ്റ്റിക് അല്ലെങ്കിൽ ഒരു ആറ്റിറ്റ്യൂഡ് എനർജീസ് ഉണ്ടാവില്ലായിരുന്നെന്നാണ് എനിക്കിവിടെ തോന്നുന്നത്. Divine, please guide me. Late night thoughts of your person. A personal issues reaches resolution energies ആണ് നമുക്കിവിടെ വന്നിട്ടുള്ളത്. Okay, look at bigger picture. Sagittarius energy and Cancer energies ആണ്. A fairy climaxes approaches, your hard work is paying off. Step out of your comfort zone energies ആണ്. ഓൾറെഡി ഞാനത് പറഞ്ഞു. നിങ്ങൾ നിങ്ങളുടെ ഗോൾസിനെ അച്ചീവ് ചെയ്യാൻ വളരെ ക്ലോസ് ആണെന്നാണ് ഇവിടെ യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നുള്ളത്. അത് മാത്രമല്ല, കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ഫേവറിൽ വരുമ്പോൾ കൂടുതലായിട്ട് അഹങ്കാരം കാണിക്കാൻ പാടില്ല. ഓക്കെ, എപ്പോഴും നമുക്കൊരിതാണല്ലോ, നമുക്കൊന്നുമില്ലാത്ത ടൈമിൽ നമ്മളുടെ ഫേവറിൽ സിറ്റുവേഷൻസ് ഒക്കെ വരുമ്പോൾ നമുക്ക് കുറച്ച് പൊങ്ങൽ വരുന്നുണ്ടാവും. എന്ന് പറഞ്ഞ പോലെ ഇവിടെ ഒരു കണക്ഷനിലും പ്രത്യേകിച്ച് കാര്യങ്ങൾ വരുമ്പോൾ നിങ്ങളുടെ പേഴ്സൺ കുറച്ച് താന്നൊക്കെ വരുമ്പോൾ നിങ്ങൾക്ക് കൂടുതൽ ജാട ഉണ്ടാവാൻ പാടില്ലല്ലോ, നിങ്ങൾ കൂടുതൽ പൊങ്ങാൻ പാടില്ല എന്നുള്ളൊരു എനർജീസാണ്, ഗൈഡൻസ് ആണ്, ഒരു സ്പെസിഫിക് മെസ്സേജസ് ആണ്. നിങ്ങൾ നിങ്ങളുടെ പേഴ്സണ് വളരെയധികം സേഫാണ്, ഈ ഒരു കണക്ഷനും സേഫ് ആണെന്നാണ് യൂണിവേഴ്സ് പറയുന്നുള്ളത്. സോ ഈ ഒരു ടൈമിലുള്ള ഈ ഒരു ക്ലൈമാക്സ് അല്ലെങ്കിൽ ഈ ഒരു നെഗറ്റിവിറ്റീസ് അത് വളരെ പെട്ടെന്ന് തന്നെ ചേഞ്ച് ആവും, സിറ്റുവേഷൻ സോർട്ട് ഔട്ട് ആവും.
നിങ്ങളും ഈ ഒരു വ്യക്തിയും തമ്മിൽ ഒരു റീകൺസിലേഷൻ പോസിബിൾ ആകുമെന്നുള്ളൊരു എനർജീസാണ് എനിക്കിവിടെ ഫീൽ ചെയ്യുന്നുള്ളത് കേട്ടോ. ഓക്കെ, ഇവരുടെ മൈൻഡിൽ ഇപ്പം ഡീപ്പായിട്ട് കുറേ കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്, കുറേ കാര്യങ്ങൾ ഇവർ ചിന്തിക്കുന്നുണ്ട്. കൂടുതലായിട്ട് നിങ്ങളുമായിട്ട് കണക്റ്റഡ് ആവുന്നതും നിങ്ങളുമായിട്ട് റീകൺസൈൽ ആവുന്നതും നിങ്ങളോടുള്ള ചെയ്ത തെറ്റുകളൊക്കെ മാപ്പ് പറഞ്ഞ് അല്ലെങ്കിൽ നിങ്ങളോട് ചെയ്തിട്ടുള്ള ആ ഒരു മിസ്റ്റേക്സ് വീണ്ടും റിപ്പീറ്റ് ആക്കാതിരിക്കാനുമാണ് ഈ ഒരു വ്യക്തി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതാണ് ഇവരുടെ മൈൻഡിൽ ബാക്ക് ഓഫ് ദ മൈൻഡിൽ പോയിക്കൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ. സൈലൻ്റ് ആയിട്ടിരിക്കുന്നുണ്ടെങ്കിൽ അതിന് റീസൺ ഇവർ നിങ്ങളോട് ചെയ്തിട്ടുള്ള മിസ്റ്റേക്സിൻ്റെ റിഗ്രഷൻ കൊണ്ടാണ്, അല്ല നിങ്ങളുടെ ഭാഗത്ത് ഒരു തരത്തിലുള്ള തെറ്റുകളും ഇല്ല. അത് ഈ ഒരു വ്യക്തിക്ക് നന്നായിട്ടറിയാം. ഓക്കെ, യു മേക്ക് മീ സ്മൈൽ ഞാൻ ഓൾറെഡി പറഞ്ഞില്ലേ. സോ നമ്മളിവിടെ കുറച്ച് മെസ്സേജസ് ഒക്കെ നോക്കിയിട്ടുണ്ട്. അപ്പം മെസ്സേജസിൽ എനിക്കിവിടെ ഫീൽ ചെയ്തിട്ടുള്ള ഒരു എനർജീസിൽ ഇവർ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫസ്റ്റിൽ തന്നെ നമുക്ക് മെസ്സേജസ് വന്നിട്ടുള്ളത് യു ഓൾവേസ് വിഷ് ഫോർ മൈ സക്സസ് എന്നുള്ളൊരു എനർജീസാണ്. ഇവർ നിങ്ങളുടെ ഹാപ്പിനെസ്സിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ സക്സസ്സിന് വേണ്ടിയിട്ടാണ് നിങ്ങൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചിട്ടുള്ളത് ഈ ഒരു വ്യക്തിയുടെ. അതുമാത്രമല്ല ഇവരുടെ പേരിലും എനിക്ക് തോന്നുന്നു എ ലെറ്റർ 2 തവണ ഉണ്ടായിരിക്കാം. 2 times എ ലെറ്റർ പ്രോമിനൻ്റ് ആയിട്ട് ഇവരുടെ നെയിമിൽ ഉണ്ടായിരിക്കാം. അഗെയിൻ എനിക്ക് തോന്നുന്നു, ഞാൻ ഓൾറെഡി പറഞ്ഞു കുറച്ച് പേരുടെ കാര്യം, ഇവിടെ നിങ്ങൾ ഈ ഒരു വ്യക്തിയായിട്ടുള്ള കണക്ഷൻ ഉണ്ടാക്കി നിങ്ങളായിരിക്കണം മേ ബി പോയിട്ടുള്ളത്. കാരണം നിങ്ങൾ എക്സ്പെക്ട് ചെയ്തിട്ടുള്ള ഒരു ഗ്രോത്ത് ഈ ഒരു കണക്ഷനിൽ ഇല്ലാത്തതുകൊണ്ട് തന്നെ നിങ്ങൾ അതിന് വേണ്ടിയിട്ട് നിങ്ങളുടെ എനർജീസും സ്പേസസും ഒന്നും കളയണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടാവില്ല, ടൈം ഒന്നും വേസ്റ്റ് ചെയ്യണമെന്ന് ആഗ്രഹം. അതുകൊണ്ട് തന്നെ നിങ്ങൾ തന്നെ മൂവ് ഓൺ ചെയ്തിട്ടുണ്ടാവും ഒരു കണക്ഷനിൽ നിന്ന്. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു വ്യക്തി ചിന്തിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നീ വളരെയധികം ഫോർഗീവിംഗ് ആണ്, അതുപോലെ തന്നെ വളരെ സ്മാർട്ടുമാണ്, പ്രാക്ടിക്കലുമാണ് എന്നാണ് ഈ ഒരു വ്യക്തി നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നുള്ളത്. ഓക്കെ, സോ ഈ ഒരു വ്യക്തി വളരെ ഡൗൺ ആയിട്ടിരിക്കുന്ന സിറ്റുവേഷൻസ് നിങ്ങൾ പലപ്പോഴും ഈ ഒരു വ്യക്തിയുടെ സ്ട്രെങ്ത് ആയിട്ടിരുന്നിട്ടുണ്ട്. നിങ്ങൾ ഇവരെ ഹാപ്പി ആക്കി വെക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. നിങ്ങളെ ഇവരുടെ മുഖത്ത് പുഞ്ചിരി കൊണ്ടുവരാൻ വേണ്ടിയിട്ട് സില്ലി ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ ഈ ഒരു വ്യക്തിക്ക് നന്നായിട്ടറിയാം. ഇവർ മറന്നൊന്നും പോയിട്ടില്ല. അപ്പം എനിക്കൊന്നു ഇവർക്ക് കുറച്ച് ഈഗോ ഇഷ്യൂസ് ഉണ്ടായിരിക്കാം കുറച്ചൊക്കെ. പക്ഷേ ഇവർ ബാക്ക് ഓഫ് ദ മൈൻഡിൽ ഇവർക്ക് നിങ്ങളുമായിട്ട് റീകൺസൈൽ ചെയ്യണം എന്നുള്ളൊരു എനർജി ആയിരിക്കും ഈ ഒരു തോട്ട്സ് ഈ ലേറ്റ് നൈറ്റിൽ ഏറ്റവും കൂടുതൽ ഇവരെ ഇതാക്കിക്കൊണ്ട് പോകുന്നുള്ളത്. കാരണം നിങ്ങൾ തമ്മിലുള്ള ഒരു സെപ്പറേഷൻ ഈ ഒരു വ്യക്തി ഒത്തിരിയധികം ഹേർട്ടാക്കുന്നുണ്ട്. ഹേർട്ടാക്കുന്നത് വെച്ചാൽ ഇവരുടെ മൈൻഡിൽ ഇവർ ചെയ്തിട്ടുള്ളത് മിസ്റ്റേക്ക് ആണെന്നുള്ളൊരു റിയലൈസേഷൻ ഉണ്ട്. പക്ഷേ മിസ്റ്റേക്ക് ആണെന്ന് പറഞ്ഞാൽ പോലും അത് അക്സെപ്റ്റ് ചെയ്യുന്നൊരു എനർജി ആയിരിക്കില്ല ഈ ഒരു വ്യക്തിയുടെ. അക്സെപ്റ്റ് ചെയ്യണം എന്നുള്ളൊരു മനസ്സുള്ളൊരു വ്യക്തി ഉണ്ടാവുമല്ലോ, അങ്ങനെയുള്ള ആളുകൾ റെയറാണ്. പക്ഷേ ഈ ഒരു വ്യക്തി അക്സെപ്റ്റ് ചെയ്യുന്നില്ല. പക്ഷേ ഇവരുടെ ബാക്ക് ഓഫ് ദ മൈൻഡിൽ ഇവർക്കൊണ്ട് ഞാൻ ചെയ്തത് മിസ്റ്റേക്കാണ്, ഈ ഒരു ടൈമിൽ നിങ്ങളുമായിട്ടൊരു പാച്ചപ്പ് ചെയ്യണം, അല്ലെങ്കിൽ നിങ്ങളുമായിട്ടുള്ള ഈ ഒരു ഇഷ്യൂസ് ക്രിയേറ്റ് ആയിട്ടുള്ള ഇഷ്യൂസ് അല്ലെങ്കിൽ ഈ ട്രസ്റ്റ് ഇഷ്യൂസ് ആവാം, അല്ലെങ്കിൽ നിങ്ങളുമായിട്ട് ഉണ്ടായിട്ടുള്ള ആ ഒരു പ്രശ്നങ്ങൾ അതിനെല്ലാം സോർട്ട് ഔട്ട് ചെയ്ത് പാസ്റ്റിനെ പാസ്റ്റാക്കി വിട്ടിട്ട് ഈ ഒരു കണക്ഷനെ പുതിയതായിട്ടൊന്ന് ഒരു പുതിയ ഫ്രഷ് സ്റ്റാർട്ട് വേണം, പുതിയതായിട്ട് ഈ ഒരു കണക്ഷനെ ഒന്ന് തുടങ്ങണം, നിങ്ങളുമായിട്ടുള്ള കണക്ഷൻ നന്നാക്കി വെക്കണമെന്ന് ഈ ഒരു വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട്. സോ അപ്പോൾ ഇതായിരുന്നു നമ്മുടെ ഇന്നത്തെ റീഡിങ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ, ഹിറ്റ് ദി ബെൽ ഐക്കൺ, ഡോണ്ട് ഫോർഗെറ്റ് ദാറ്റ്. ബൈ ഗൈസ്, സീ യു.